ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള. ഭാരതത്തിലെ ബാഹ്യമായ ഓരോ തീർത്ഥാടനത്തിനും ആന്തരിക തലം കൂടിയുണ്ടെന്ന് സ്വാമി ആനന്ദവനം ഭാരതി. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ഓട്ടോ, കാർ, ടാക്സി പെർമിറ്റുകൾ ലഭിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പ്രവാസി സംഘം. കോൺഗ്രസ് NCP സംഘടനകളുടെ മുതിർന്ന പ്രവർത്തകരുടെ സംഗമം കോഴിക്കോട്ട്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്ററിന് വേൾഡ് മലയാളി കൗൺസിലിന്റെ സഹായഹസ്തം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോങ് മാർച്ചിന് കോഴിക്കോട്ട് സ്വീകരണം നൽകി. ആഗസ്റ്റ് 15 കാസർഗോഡ് നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് 5 ജില്ലകൾ പിന്നിട്ടുകൊണ്ട് കോഴിക്കോട് നഗരത്തിലെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ അധ്യാപകരുടെയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ചിന് കോഴിക്കോട് ടൗൺ ഹാളിൽ സ്വീകരണം നൽകി. പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ലാസർ പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആ ചർച്ചയിൽ അന്ന് സർക്കാർ തീരുമാനം അറിയിച്ചത് 2 ഉപാധികളാണ് അവിടെ വെച്ചത്. ആ ഒരു ഉപാധി നിലവിലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അഴിച്ചു പണിതുകൊണ്ട് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന വിധത്തിലേക്ക് സർക്കാരിന് സാമ്പത്തിക നഷ്ടമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്നായിരുന്നു. രണ്ടാമത് നിർദ്ദേശിച്ചത് 2013 ഏപ്രിൽ 1 മുതൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കും പുതിയ ജീവനക്കാർ. ഇതിൽ ഏത് വേണമെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് അവിടെ ഉണ്ടായ തീരുമാനം. ഞങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ 2013 ഏപ്രിൽ 1 മുതൽ ജീവനക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ചോ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞത്. കാരണം ആ ഉത്തരവില് KSR-3 ഉൾപ്പെട്ട മുഴുവൻ ജീവനക്കാരും ഈ പദ്ധതിയിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ജില്ലാ പ്രസിഡന്റ് P. ഹരീഷ് അധ്യക്ഷനായിരുന്നു. സ്റ്റേറ്റ് കൌൺസിൽ കോർഡിനേറ്റർ ഷാജീവ് വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി വിജേഷ് ചേടിച്ചേരി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KS ശ്രീശ്യാം, കണ്ണൂർ സെക്രട്ടറി തോമസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 15 കാസർഗോഡ് നിന്നും ആരംഭിച്ച ലോങ് മാർച്ച് സെപ്റ്റംബർ 20 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരതത്തിലെ ബാഹ്യമായ ഓരോ തീർത്ഥാടനത്തിനും ആന്തരിക തലം കൂടിയുണ്ടെന്ന് സ്വാമി ആനന്ദവനം ഭാരതി. കോഴിക്കോട്ട് നടന്ന തീർത്ഥാടക സംഗമവും പുസ്തക പ്രകാശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിവാനന്ദ യോഗ വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ തീർത്ഥാടന സംഗമവും പുസ്തക പ്രകാശനവും നടന്നു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടനത്തിന്റെ മഹത്വമാണ് ഭാരതം ഉയർത്തിപ്പിടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടനത്തിൽ ഏറ്റവും ശ്രേഷ്ഠം ഹിമാലയ തീർത്ഥാടനമാണെന്നും വലിയ സ്വാസ്ഥ്യം തരുന്നവയാണ് ഹിമാലയത്തിലെ ഓരോ തീർത്ഥസ്ഥാനവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നും യമുനോത്രിയുടെ മുകളിലേക്ക് പോകുന്നത് വളരെ പ്രയാസപ്പെട്ട യാത്രയാണ്. 2 ദിവസമൊക്കെ എടുത്ത് കുത്തനെയുള്ള കയറ്റങ്ങളോടുകൂടി വേണം യമുനോത്രിയുടെ മുകളിലേക്ക്, ആ യമുന നദിയുടെ യഥാർത്ഥ ഉത്ഭവസ്ഥാനത്തിലേക്ക് പോകുക. അവിടെ നിന്ന് 13 കൈവഴികളായിട്ടാണ് ഒരു വലിയ തടാകത്തിൽ നിന്ന് യമുന ഉത്ഭവിക്കുന്നത് എന്നുള്ളത് സ്കന്ദപുരാണത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പോലും എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഇത്ര വിശാലമായിട്ടുള്ള ഭൂപ്രദേശത്തെ അത്രമാത്രം
വിശദാംശങ്ങളോടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാരെങ്ങനെ എഴുതി. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതോടൊപ്പം തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ ഭാരതത്തിന്റെ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ തീർത്ഥസ്നാനങ്ങളും നമ്മുടെ ശരീരത്തിനകത്തും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ആചാര്യ സുമേഷ് യോഗി രചിച്ച ഹിമശൈല ഭൂവിൽ എന്ന പുസ്തകം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. ഭാരതം വിശ്വഗുരു സ്ഥാനത്തെത്തുക തന്നെ ചെയ്യുമെന്നും അത് നിയോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യകാരൻ PR നാഥൻ പുസ്തകം ഏറ്റുവാങ്ങി. ആചാര്യ സുരേഷ് യോഗി അധ്യക്ഷനായിരുന്നു. കവി PP ശ്രീധരനുണ്ണി, കേസരി പത്രാധിപർ ഡോക്ടർ NR മധു, യോഗാചാര്യൻ ഡോക്ടർ N വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി. TK സുധാകരൻ, N ശ്യാം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ഓട്ടോ, കാർ, ടാക്സി പെർമിറ്റ് ലഭിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പ്രവാസി സംഘം. രാമനാട്ടുകര വില്ലേജ് സമ്മേളനം ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. തിരികെ എത്തിയ പ്രവാസികൾക്ക് ഓട്ടോ ടാക്സി, കാർ ടാക്സി എന്നിവ ആരംഭിക്കുവാൻ പെർമിറ്റ് ഏർപ്പെടുത്തി തരണമെന്ന് കേരള പ്രവാസി സംഘം രാമനാട്ടുകര വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ പലസ്തീൻ ജനതക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ച സംഘടന കൂടിയാണ് നമ്മുടെ സംഘടന. ലോകത്ത് ആകമാനം പലസ്തീൻ ജനതക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം പലസ്തീനെ കയ്യൊഴിയുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ നയങ്ങൾക്കെതിരായി ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന വലിയ ഒറ്റപ്പെടുത്തൽ, പലസ്തീൻ ജനതയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. ഷിനോദ് ഒട്ടുപാറ അധ്യക്ഷനായി. പേരോത്ത് പ്രകാശൻ, P ആസാദ്, ജലീൽ ചാലിൽ, N രാജീവൻ, K ജയ്സൽ, സുരേഷ് മാരാത്ത്, V അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. പ്രവാസികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതികളെ വിശദീകരിച്ചുകൊണ്ട് നോർക്ക ഉദ്യോഗസ്ഥ രജനി ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
കോൺഗ്രസ് NCP സംഘടനകളുടെ മുതിർന്ന പ്രവർത്തകരുടെ സംഗമം കോഴിക്കോട്ട് നടന്നു. മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് KJ ജോസ്മോൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എസിന്റെയും NCPയുടെയും മുൻകാല പ്രവർത്തകരുടെ സ്നേഹസംഗമം കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് KJ ജോസ്മോൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യചവാന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന മൊറാർജി ദേശായി അദ്ദേഹത്തിന്റെ ജനതാ പാർട്ടിയും മന്ത്രിസഭ ഉണ്ടാക്കുന്നതിന് പുറത്തു നിന്നുള്ള പിന്തുണ പ്രഖ്യാപിച്ചു. ആ പിന്തുണ സ്വീകരിച്ചാൽ പിറ്റേ ദിവസം പ്രധാനമന്ത്രിയായി ശ്രീ വൈദ്യ ചവാൻ സത്യപ്രതിജ്ഞ ചെയ്യാം. ഇന്ദിരാഗാന്ധിയെ എതിർത്തിരുന്ന കോൺഗ്രസുകാർ ഭരണകക്ഷിയും ഇന്ദിരാഗാന്ധി സ്ഥിരമായി പ്രതിപക്ഷത്തുമാവുന്ന രാഷ്ട്രീയ അവസ്ഥയുണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറിപ്പോയേനെ. പക്ഷെ കയ്യിൽ കിട്ടിയ പ്രധാനമന്ത്രി സ്ഥാനം, ഒരു വെള്ളിത്തളയിൽ വെച്ച് കിട്ടിയ പ്രധാനമന്ത്രി സ്ഥാനം ശ്രീ വൈദ്യ ചവാൻ വേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കാരണമാണ് ഇന്നും കോൺഗ്രസ് എസിന്റെയും KDPയുടെ NCPയിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തകരുടെ ആത്മത്യാഗത്തിന്റെയും. സ്വാഗത സംഘം ചെയർമാൻ KT അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ അൽഫോൺസ മാത്യു, TK അലവിക്കുട്ടി, TAC ബാബു, A സുബീഷ് കുമാർ, കൺവീനർ PM യൂസഫ് അലി തുടങ്ങിയവർ സംസാരിച്ചു. മുൻകാല പ്രവർത്തകരായ KMK ബാലകൃഷ്ണൻ, ഉദയകുമാരി മുഖവൂർ, നിയതി ശ്രീകുമാർ, PK സുനിൽകുമാർ, ഉസ്മാൻ കടവത്ത്, M കുഞ്ഞിരാമനുണ്ണി പേരാമ്പ്ര, നാണു തിരുവള്ളൂർ, AK സുഗുണൻ, RK വേലായുധൻ, CP ഹമീദ്, KT ലളിത, K കലന്തൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്ററിന് വേൾഡ് മലയാളി കൗൺസിലിന്റെ ധനസഹായം. വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികളിൽ നിന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KS സജിത്ത് 10 ലക്ഷം രൂപയുടെ ധനസഹായം ഏറ്റുവാങ്ങി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്ററിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ കരുതൽ. വേൾഡ് മലയാളി ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ പട്ടാണി പറമ്പിൽ, പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം എന്നിവരിൽ നിന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KA സജിത് കുമാർ 10 ലക്ഷം രൂപയുടെ ധനസഹായം ഏറ്റുവാങ്ങി. സെക്രട്ടറി ജനറൽ മൂസക്കോയ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, സെക്രട്ടറി സാം ജോസഫ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ വർഗീസ് പനക്കൽ, മീഡിയ ഫോറം ചെയർമാൻ VS ബിജുകുമാർ, ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് ശശിധരൻ, ചെയർമാൻ റിട്ടയർഡ് IAS PH കുര്യൻ, അലൈൻ പ്രൊവിൻസ് പ്രസിഡന്റ് ജാനറ്റ് വർഗീസ്, മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ, ഡോക്ടർ അജയകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നവതി നിറവിലേക്ക് പെരുവയൽ സെന്റ് സേവിയേഴ്സ് UP സ്കൂൾ. 1935 90 വർഷങ്ങൾക്ക് മുൻപ് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്ന് ആരംഭിച്ച സ്കൂൾ വിജയത്തിളക്കത്തിലാണിന്ന്. സ്കൂളിന്റെ നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർഷത്തെ അക്ഷര വെളിച്ചത്തിന്റെ അഭിമാന സ്മരണകളുമായി പെരുവയൽ സെന്റ് സേവിയേഴ്സ് UP സ്കൂളിന്റെ 90ാം വാർഷികാഘോഷമായ ഇവാര 2K25 തുടക്കമായി. ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് സംഘടിപ്പിച്ച വിളംബര ജാഥ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുമായ A ഉമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നാടും നഗരവും അണിനിരന്ന ഘോഷയാത്ര പെരുവയലിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. ശിങ്കാരിമേളത്തിന്റെയും നാസിക് ഡോളിന്റെയും താളത്തിൽ വർണ്ണാഭമായ നിശ്ചല ദൃശ്യങ്ങളും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും ജാഥയ്ക്ക് മാറ്റുകൂട്ടി. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ സനൽ ലോറൻസ്, പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് എളവന, ഉനൈസ് അരീക്കൽ, സീമ ഹരീഷ്, PTA പ്രസിഡന്റ് CM സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം വളർന്ന പെരുവയൽ സെന്റ് സേവിയേഴ്സ് സ്കൂൾ അറിവിന്റെയും സംസ്കാരത്തിന്റെയും വിളക്കുമാടമായി ഇന്നും തലയുയർത്തി നിൽക്കുകയാണ്. വരും തലമുറകൾക്ക് പ്രചോദനമേകുന്ന
നവതി ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാവൂർ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നിർധനരും നിരാലംബരുമായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് പാലങ്ങാട് MES സെൻട്രൽ സ്കൂൾ. വിതരണോദ്ഘാടനം PTA പ്രസിഡന്റ് M. മധു നിർവഹിച്ചു. പാലങ്ങാട് MES സെൻട്രൽ സ്കൂൾ വീണ്ടും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുകയും നിത്യച്ചെലവുകൾ പോലും നിറവേറ്റാൻ കഴിയാതെ വലയുകയും ചെയ്യുന്നവർക്ക് സഹായഹസ്തം നീട്ടി. പാലക്കാട് MESലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംയുക്ത ശ്രമഫലമായി 35ലധികം കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളാണ് നൽകിയത്. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളിൽ കരുണ, സഹാനുഭൂതി, സാമൂഹിക ഉത്തരവാദിത്തം എന്നീ മൂല്യങ്ങൾ വളർത്തുന്നതിന് മാതൃകയായി മാറുമെന്ന് സംഘാടകർ വിലയിരുത്തി. നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളാണ് നമ്മളെ ആവശ്യക്കാരെ കണ്ടെത്തിക്കൊണ്ട് MES വിതരണം ചെയ്യുന്നത്. അത് കുട്ടികളിലൂടെ അവരുടെ ആ ഒരു ആളുകളെ സഹായിക്കുക എന്നുള്ളൊരു ആശയം മുന്നിൽ കണ്ടുകൊണ്ടാണ്, ആ ഒരു കുട്ടികളിലൂടെ അത് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് MES മാനേജ്മെന്റ് ഈ ഒരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നത്. പാലങ്ങാട് MES സെൻട്രൽ സ്കൂളിന്റെ സഹായം വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ പാഠങ്ങൾ പഠിപ്പിക്കുന്നതാണെന്നും സന്ദേശം നൽകി. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെയുള്ള ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി എല്ലാ വർഷവും നടത്തി വരുന്ന ഓണക്കിറ്റ് വിതരണം ഈ വർഷവും നമ്മൾ വളരെ വിപുലമായി നടത്തി. പരിപാടിയിൽ PTA പ്രസിഡന്റ് റിട്ടയർഡ് SI M. മധു ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിഹാന രാരപ്പൻകണ്ടി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ബിദ രത്നാകരൻ, സെക്രട്ടറി നാസർ VK എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര പിന്നണി ഗായകൻ മുകേഷിന്റെ 49ാം ചരമദിനത്തിൽ മുകേഷ് മൽഹാർ എന്ന സംഗീത പരിപാടിയുമായി കോഴിക്കോട്ടെ ഗായകർ. മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടി ഓഗസ്റ്റ് 27 ജൂബിലി ഹാളിൽ അരങ്ങേറും. വന്ന ദിവസം നമ്മൾ വിപുലമായിട്ടുള്ളൊരു പരിപാടിയാണ് പ്രാവശ്യം നടത്തുന്നത്. അത് നമ്മളെ നയൻജിയും അസ്കറും സന്തോഷും മുൻകൈയെടുത്ത് മ്യൂസിക് ആർട്സ് അസോസിയേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കണ്ടകുളം ജൂബിലി ഹാളിൽ വെച്ചിട്ട്. അത്
പിന്നെ അതിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ അബ്ദുൽ സമദ് സമദാനിയാണ്. ഈ ഒരു പരിപാടി ഇതേമാതിരി നടത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിവിടെ കോഴിക്കോട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റഫീ സാഹിബിൻ്റെ പേരിലുള്ള പ്രോഗ്രാംസാണ് നടക്കാറ്. മുകേഷിൻ്റെ മിക്കവാറും എല്ലാ കൊല്ലം ഞാൻ നടത്താറുണ്ട് ഒറ്റയ്ക്കായിട്ട്. ഈ തവണ ഒരു വേറെ തന്നെ കോൺസെപ്റ്റിലാണ് നടത്താൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സയ്യിദുന റസൂലുല്ലാഹ് 3-ാം വോള്യം ദർശനകാന്ഡം ഓഗസ്റ്റ് 27-ന് പ്രകാശനം ചെയ്യും. ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് മുന്നവറലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിക്കും. കക്കാട് മുഹമ്മദ് ഫൈസിയാണ് പുസ്തകം രചിച്ചത്. ഇത് ഏകദേശം ടോട്ടല് 10,000-ഓളം കോപ്പി ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ 1500-ാമത്തെ ആണ്ട് എന്നുള്ളതിൽ കൂടുതൽ ഈ കാര്യത്തിൽ ആളുകൾ പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ അവസരം കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് മുതിർന്നത്. സിനിമയുടെ ചരിത്രം റഫറൻസ് ലഭിക്കത്തക്ക വിധം വിശദമായ ഒരു പഠനമാണ്. 1-2 വാള്യങ്ങൾ ചരിത്രാവതരണവും ഇപ്പോഴും പ്രകാശനം നടക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദർശനകാന്ഡം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങളിൽ നിന്ന് സ്നേഹകാരുണ്യ ഭാവത്തെയും മാനവികമായ സന്ദേശങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് 3-ാമത്തെ വോള്യം. ഇൻഷാ അല്ലാഹ് ടൗൺ ഹാളിൽ വെച്ച് അതിൻ്റെ പ്രകാശനം നടക്കുകയാണ്. പ്രവാചകരുടെ സന്ദേശങ്ങളെ പരിചയപ്പെടാൻ വിശിഷ്യ 1500-ാം തിരുപിറവി സുദിനത്തിൻ്റെ ഈ പരിശുദ്ധ മാസത്തിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയുവാനുള്ള സന്ദർഭമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള. ഭാരതത്തിലെ ബാഹ്യമായ ഓരോ തീർത്ഥാടനത്തിനും ആന്തരിക തലം കൂടിയുണ്ടെന്ന് സ്വാമി ആനന്ദവനം ഭാരതി. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ഓട്ടോ, കാർ, ടാക്സി പെർമിറ്റുകൾ ലഭിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പ്രവാസി സംഘം. കോൺഗ്രസ് NCP സംഘടനകളുടെ മുതിർന്ന പ്രവർത്തകരുടെ സംഗമം കോഴിക്കോട്ട്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്ററിന് വേൾഡ് മലയാളി കൗൺസിലിന്റെ സഹായഹസ്തം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.